അവിടെ കിടന്നുറങ്ങിയ ഭർത്താവ് പോയിട്ട് അറിഞ്ഞില്ലെന്നോ? എന്തൊരു ഉറക്ക നീ ഉറങ്ങിയത്? നീ പോയിട്ടേ കട്ടിലിന്റെ അടിയിലോ വാതിന്റെ മൂലയിലോ ഉണ്ടാവും ചെന്ന് നോക്ക്. ഹരിയെന്തിനാ കട്ടിലിന്റെ അടി കയറി വിളിക്കുന്നത്? നീ മിണ്ടാതിരി. കുന്തം പോയ കുടത്തിനും തപ്പണമെന്ന പ്രമാണം. മുത്തശ്ശി മിണ്ടായിരിക്കും. പോയത് കുന്തമല്ല, ഒരു മനുഷ്യനാ. പറയാതെ പോകുന്നവൻ കുന്തത്തിന് തുല്യ. രവി, ഒന്ന് എവിടെങ്കിലും പോയി നോക്കൂ. ഇതിങ്ങനെ ഒരിക്കലും ഇല്ലാത്തതാ. എനിക്കാകെ പേടിയാവുന്നു. ഒന്ന് പോയി നോക്കിട്ട് വരാം. നോക്കി നിൽക്കാതെ പോയി അന്വേഷിക്കടാ. എന്താ സംഭവം? ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ വല്ല അടിപിടിയോ വഴക്കോ ഉണ്ടായോ? ഹരിയെ, നിങ്ങളെപ്പോൾ അടിപിടി കൂടുന്ന ടൈപ്പൊന്നും അല്ല. ബാങ്കിന്റെ വല്ല അടിയന്തര ആവശ്യത്തിന് പോയതായിരിക്കും. ബാങ്കിന്റെ കാര്യമാണെങ്കിൽ പറഞ്ഞിട്ട് പോകൂടെ? നമുക്കൊരു കാര്യം ചെയ്യാം, വിവരം ഉടനെ പോലീസിൽ അറിയിക്കാം. വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. എന്തോന്ന് സംഭവിക്കാൻ? പല ഡോക്ടറെ, കാലത്ത് തന്നെ വിവരക്കേട് സംസാരിക്കല്ലേ. ആരോടും പറയാതെ പിന്നെ എവിടെ പോയതാണ് ഇയാള്? ഇനി രാത്രിയിലാ പോയതെങ്കിൽ പേടിക്കാല്ല. കാണേണ്ടവരോ കണ്ടതിന് ശേഷം ഉറങ്ങിപ്പോയതാവും. ആളിപ്പോഴും എത്തും. മോനെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഒന്ന് പോയി അന്വേഷിക്കാം. രവി പ്ലീസ്, ഒന്ന് പോയി നോക്കൂ. ഞാൻ ഉടനെ പോവാം. ഞാൻ വരണോ? വേണ്ടേ. മോള് വിഷമിക്കാതെ. അയാളങ്ങനെ പട്ടുള്ള ആളൊന്നുമല്ല ഓടിയിട്ട് പോവാൻ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ബഹളം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. ഞാൻ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. ഇനി ഡോക്ടറുടെ ശല്യം പേടിച്ച് ഹരി ഇവിടെ ഓടി പോയതാണെന്നാണ് എന്റെ പേടി. ആള് വരുന്നു. എന്താ ഹരിയേട്ടാ ഇത്? താനിത് എവിടെ പോയി കിടക്കായിരുന്നു? ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞല്ലോ. എല്ലാരും എന്താ ഇവിടെ? ഹരിയേട്ടനെ കാണാൻ ഞാൻ അന്വേഷിക്കാൻ പുറപ്പെട്ടതാ. അയ്യോ, ഞാൻ ഓടാൻ പോയതാ. ഓടാൻ പോയതോ? ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കലാപരിപാടിയാണുള്ളത്. അതെ, ഇന്നെനിക്ക് ഓടണമെന്ന് തോന്നി, ഞാൻ ഓടി. എന്നാ പിന്നെ ഒന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടെ? എന്ത്? എല്ലാ വീട്ടിലും വന്ന് ഞാനിതാ ഓടാൻ പോകുന്നതെന്ന് പറയാം. അതല്ല, തന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടെ? അത് ന്യായം. നാളെ മുതൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടോടാം കേട്ടോ. ഇനി എല്ലാവരും പിരിഞ്ഞു പോ. സ്വയം പിരിഞ്ഞു പോയില്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്നാൽ ഇത് വല്ലാത്തൊരു പേടിപ്പിക്കലായിപ്പോയി. ഇത്രയും കുഴിമടിയനായ ഒരു മനുഷ്യൻ ഓടാൻ പോയതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേര് പറ ഹരിയേട്ടാ, എവിടെ പോയതാ? നമ്മുടെ ആ പഴയ ഫസ്റ്റ് നൈറ്റിന്റെ ഓർമ്മകളുമായി ഇന്ന് നീ ഉണരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കിടക്കയിലും നിന്റെ ദേഹത്തുമൊക്കെ ഈ മുല്ലപ്പൂക്കൾ ഇങ്ങനെ വിതറി അതിന്റെ സുഗന്ധം മുറിയിലാകെ പരന്ന്. പക്ഷെ ഞാനിങ്ങെത്തും മുമ്പ് നീ ഉണർന്നു. നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ വിളിച്ചു വരുത്തി. ഈ ഒരു ദിവസത്തിന്റെ ഒരു സ്നിഗ്ധത നീ ഇല്ലാതാക്കി. ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? അതാണ് ഞാനും നീ തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം ഉണ്ടല്ലോ. ഹരിയേട്ടനാണും ഞാൻ പെണ്ണും അല്ലേ? ആണല്ലോ. എന്നാൽ ഫലത്തിൽ നീ ഇപ്പൊ ആണും ഞാനിപ്പോ പെണ്ണുമാ. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് പെണ്ണുങ്ങളാ. ഒന്ന് തെളിച്ച് പറ ഹരിയേട്ടാ. എന്റെ വിജയ്, ഇന്നേ നമ്മുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. മനസ്സിലായോ? എന്റെ ഈശ്വര, നേരാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർത്തതാ. സമയമായപ്പോ മറന്നു. സോറി ഹരിയേട്ടാ. സോറി എന്തിന്? ഒരു കണക്കിന് നീ അത് മറന്നത് നന്നായി. നിനക്കിങ്ങനെ ഒരു സർപ്രൈസ് തരാൻ എനിക്ക് പറ്റിയല്ലോ. തീർന്നില്ല. വരൂ വരൂ വരൂ. ഇന്നലെ രാത്രി നീ കാണാതെ ചില സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? നോക്ക്. ഹായ്, എങ്ങനെയുണ്ട്? കലക്കിയിട്ടുണ്ട്. എന്റെ വിജി, നിന്റെ ഒപ്പമുള്ള ഓരോ പൊട്ടും പൊടിയും എന്റെ ലൈഫിലെ സ്വീറ്റ് മെമ്മറീസ് ആണ്. എനിക്കങ്ങനെ അല്ലെന്നാണോ? നീ ചെന്ന് കുളിച്ച് ഇതെല്ലാം ഉടുത്ത് പൂമാലയൊക്കെ ചൂടി ഒന്നിങ്ങോട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ. ആദ്യം ഞാൻ ചായ ഉണ്ടാക്കാം. ആദ്യം ഞാൻ പറയുന്നത് ചെയ്യ്. ഇന്നത്തെ ചായയുടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെയും കാര്യമൊക്കെ ഞാൻ ഏറ്റു. അയ്യോ, നല്ലൊരു ദിവസമായിട്ട് കുളമാക്കല്ലേ ഹരിയേട്ടാ. എനിക്കിന്നൊരു ഹെൻപെക്ഡ് ഹസ്ബൻഡ് ആവണം. ഭാര്യയെ അനുസരിച്ച്, ഭാര്യയെ ബഹുമാനിച്ച്, ഭാര്യയുടെ അടിമയായ ഒരു ഭർത്താവ്. വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തോരു പിച്ചകപ്പൂ. നോക്കി, എങ്ങനെ കൊള്ളാമോ? വലിയ ഭംഗിയൊന്നുമില്ലാത്ത തുണിയായിരുന്നു. നീ അത് ഉടുത്തപ്പോ അതിന്റെ മാറ്റ് പോലും കൂടി. ചുമ്മാ കളിയാക്കല്ലേ ഹരിയേട്ടാ. നേരാണ് കുട്ടി, കളിയാക്കാനാണേലും വേറെ എന്തെല്ലാം പറയാം. ഏത് വേഷത്തിലായാലും എപ്പോഴായാലും നീ എന്റെ സുന്ദരി കുട്ടിയല്ലേ. നേര് പറയാലോ, നമ്മുടെ ഈ 5 വർഷം എനിക്ക് 5 നിമിഷം പോലെ തോന്നിയിട്ടുള്ളൂ. ഞാൻ ആലോചിക്കുക, കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പേടിയായിരുന്നു. 2 ചുറ്റുപാടുകളിൽ നിന്ന് വന്നവർ, 2 തരം ഇഷ്ടാനിഷ്ടങ്ങളും 2 തരം സ്വഭാവമൊക്കെ ആവുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ നീ എന്റെ ദൗർബല്യങ്ങൾ സഹിച്ചു. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കി. എന്താ വല്ലാതെ? ഹരിയേട്ടന്റെ ഈ സ്നേഹത്തിന് പകരം തരാൻ അതിന് ദൈവം എന്നോട് കരുണ കാണിക്കുന്നില്ലല്ലോ. അതൊക്കെ സമയമാകുമ്പോ നടക്കും. നിനക്കറിയോ, എന്റെ ജാതകത്തില് എനിക്ക് കുട്ടികൾ 3. നീ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് ചെല്ലു.
മുത്തശ്ശി ഞാൻ ഇറങ്ങുന്നു. അയ്യോ, താൻ മനുഷ്യനെ പേടിപ്പിച്ച വന്നല്ലോ. ഇയാൾക്ക് സൂക്ഷിച്ച് സൈക്കിൾ ഓടിച്ചൂടെ? ഇവിടെ ഒരു കല്ല് പൊങ്ങി നിപ്പുണ്ട് സാറേ. ഇതിപ്പോ ഇവിടെ വെച്ച് മൂന്നാമത്തെ തവണ ടയർ പഞ്ചറാവുന്നത്. എന്നാ പിന്നെ വേറെ ഏതെങ്കിലും വഴി കൂടെ സൈക്കിൾ ഓടിക്കേ. ഓ ഓ ഡ്രൈവർ റെഡിയായില്ലേ? സമയമായി, വണ്ടി എടുക്ക്. എന്താ വിളിച്ചേ? അല്ല, ഒന്നും വിളിച്ചില്ല, സമയമായി എന്ന് പറയായിരുന്നു. ഇതിന് ശിക്ഷയുണ്ട് രവി. ഇന്ന് നീ 5 ലിറ്റർ പെട്രോൾ അടിക്കേണ്ടി വരും. അയ്യടാ, ആ ജംഗ്ഷനിൽ നല്ല ഒന്നാം തരം ടാക്സി കിട്ടും. എന്തിനാ ടാക്സി ആക്കുന്നത്? പണം പെട്ടിയിൽ അടുക്കി വെക്കാതെ ഒരു കാർ വാങ്ങിച്ചൂടെ? ആ, സ്ത്രീധനമായിട്ടൊരു കാറ് കിട്ടുമെന്ന് നോക്കട്ടെ. ആദ്യം ഒരു പെണ്ണിനെ കിട്ടുമോ നോക്ക്. ഇവന്റെ ഈ ചക്ക പല്ലുണ്ടല്ലോ, ഒരു പെണ്ണിനെ പിടിക്കുന്നില്ല. തനിക്കൊരു പെണ്ണിനെ കിട്ടുമെങ്കിൽ ഈ ലോകത്ത് ആർക്കും പെണ്ണ് കിട്ടും. വിജി എന്ത് കണ്ടിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്? ഒരബദ്ധം ആർക്കും പറ്റും രവി. വണ്ടി എടുക്കണം മിസ്റ്റർ. വൈകുന്നേരം വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ബൈ. ആടലോടകം, ചിറ്റമർത്, നന്നാരിവേര്, കൂവളത്തിന്റെ ഇല. അങ്ങനെ 11 കൂട്ടം പച്ചമരുന്ന് അരിഞ്ഞ് തിളപ്പിച്ച് കുറുക്കി രാവിലെയും വൈകുന്നേരം 2 ഔൺസ് സേവിച്ചാൽ അത്യുത്തമം. എന്തിനും നല്ല ടോണിക് വാങ്ങി കഴിക്കുന്നതാ നല്ലത്. ടോണിക്ക് മുന്തൊന്നും വേണ്ട. പ്രസവ കാര്യങ്ങളിലെ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ രീതിയെ ശരിയല്ല. എന്നിട്ട് ക്രിസ്ത്യാനികൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നില്ലേ? ഓ, അതൊക്കെ ദൈവകൃപ. മോള് ഞാൻ പറയുന്നത് കേട്ടാ മതി. കഷായം മുത്തശ്ശി ഉണ്ടാക്കി തരാം. ആദ്യത്തേതായതുകൊണ്ട് ദേഹളകാർ സൂക്ഷിക്കണേ. ദേഹളകാരന്റെ പാടത്തും പറമ്പിൽ പണിയാൻ പോവാ. എന്ത് പറഞ്ഞാലും ഒരു ഉടക്ക്. പുരുഷു, ഹരി, നീ എന്താടാ ഇവിടെ? ഞാനിവിടെ കോടതിയിലെ ഒരു പ്രതിയുമായിട്ട് വന്നതാ. പ്രതി ഞാനാ, വെങ്കോട്ട തങ്കപ്പൻ. നിന്റെ പേര് ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തൊക്കെയാണോ വിശേഷങ്ങള്? നല്ല ആളാ. എന്റെ ഇളയമ്മയുടെ കുഞ്ഞിന്റെ കാതുകുത്തിന് ഞാൻ കത്തയച്ചിട്ട് നീ വന്നില്ല. റാസ്കൽ. കറക്റ്റ്. പ്രതികളുടെ മുമ്പിൽ വെച്ച് കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും എടുക്കണ്ട. എന്നാലും നീ കാതുകുത്തിന് വരാഞ്ഞാ? ആ കുത്തിനേക്കാൾ വലിയ കുത്തും കൊലയും നടത്തിയ ഒരു യമകണ്ഠൻ പ്രതി പൂജപ്പുര ജയിലിൽ നിന്ന് മതില് ചാടി തന്നായിരുന്നു. നീ വായിച്ചു കാണും, പി കെ പാപ്പുക്കുട്ടി. ഞാൻ വായിച്ചില്ല. അതെന്ത്, നീ ഇപ്പൊ പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? ഒന്നിനും ടൈമില്ല. ഓ, ആ മറ്റേ സംഭവം ഇങ്ങനെ ആയോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇതുവരെ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ. വീട്ടുകാർ ഒരു ചായ കുടിച്ചിട്ട് പോവാ. അതെ, ഞാനും വരാം. രാജേട്ടാ, ഓ. ഇതെന്റെ ക്ലോസ് ഫ്രണ്ടാണ്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അതെന്താ നിങ്ങൾ ഓരോ ക്ലാസ് കഴിക്കുമ്പോഴും ബെഞ്ചും കൂടെ കൊണ്ടുപോകാറുണ്ടോ? എന്നാ പോലെ വീട്ടിലോട്ടൊന്നും വരാൻ സമയമില്ല. നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അല്പനേരം സംസാരിച്ചിരിക്കാം. രാജേട്ടാ, ഇവരെ നോക്കിക്കോ. പാം. ഞാൻ ഇനി അധികം നാൾ കാക്കിയിട്ട് നടക്കില്ല. അതെന്താ പോലീസിൽ നിന്ന് നിന്നെ പിരിച്ചുവിടാൻ പോവാ? അതല്ല, ഈ കേരള പോലീസ് വേഷം എനിക്ക് മടുത്തു. CBI-കാരനെ നോട്ടോട്ടിരിക്കുകയാണ്. അതേന്ന് പാലും തുമ്പും ഇല്ലാതെ കിടക്കുന്ന പല കേസുകളും തെളിയിക്കാൻ അവർക്ക് എന്റെ സേവനം ആവശ്യമാണത്ര. അത് ശരി. ഈ തങ്കപ്പൻ പോക്കറ്റ് അടിക്കാരനായിരിക്കും അല്ലേ? പോക്കറ്റ് അടിയോ? തുക്കട പോക്കറ്റ് അടിക്കാരെ പിടിക്കാനൊന്നും ഞാൻ പോവില്ല. അത് വെറും തങ്കപ്പനും അല്ല. തോമസ്, ബൈജു, സെൽവമണി, തങ്ക തുടങ്ങിയ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഭീകരമായി കവർച്ച നടത്തുന്ന വേർഡ് ക്രിമിനലാണ്. നമ്മുടെ എഴുമന്നൂർ അമ്പലമില്ലേ, ആ. അവിടുത്തെ വിഗ്രഹം മോഷ്ടിച്ചവനല്ലേ? അതൊരു മാത്യു എന്നാണല്ലോ പത്രത്തിൽ വന്നിരുന്നത്. മാത്യു തങ്കപ്പൻ എന്നാണ് അവന്റെ ഫുൾ നെയിം. അന്നാണ് ഇവൻ ആദ്യമായി പോലീസ് കെണിയിൽ വീഴുന്നത്. ആ ഓപ്പറേഷനും എന്റെ ബുദ്ധിയിൽ നിന്നായിരുന്നു. പിടിച്ച പോലീസുകാരുടെ ഫോട്ടോ വന്നപ്പോ നിന്നെ അതിൽ കണ്ടില്ലല്ലോ. ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ 10 കിലോ ഹാഷിഷുമായി കേരളത്തിൽ മുങ്ങിയ കിഴയക്കാരൻ കിം ലൂച്ചയെ കീഴടക്കാൻ വേണ്ടി ഞാൻ നടത്തിയ പരാക്രമ കഥ അടുത്ത് തന്നെ സിനിമയാവാൻ പോവാണ്. ആ, എന്റെ മറ്റേ കഥ അറിയാലോ? ഏത് കഥ? ഭർത്താവിനെ തല്ലിക്കൊന്ന അടുക്കളയിൽ കുഴിച്ചു മൂടി കാമുകനോടൊപ്പം ഒളിച്ചോടിയ നീലേശ്വരം ഓമന കേസ്. അതിനും തുമ്പുണ്ടാക്കിയത് ഞാനാ. അതെന്റെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു എക്സ്പെർട്ട് ആയിരിക്കുക. ഈ മനഃശാസ്ത്രമൊക്കെ നീ എവിടുന്ന് പഠിച്ചു? അത് പൊറോട്ട കഴിച്ചിട്ട് പറയാം. ഓടിക്കളഞ്ഞു. നമുക്ക് പിന്നെ കാണാം. ഭഗവാനെ വിലങ്ങും കൊണ്ടാ പോയിരിക്കണം. അതിനി ഞാൻ സമാധാനം പറയണം. ഇത് 16ാമത്തെ തവണയാണ്. ഇനി നിന്റെ കൂടെ ഞാൻ പെണ്ണ് കാണാൻ വരുന്ന പ്രശ്നമില്ല. ഇതെങ്കിലും തുറപ്പിക്കും. അതിപ്പോ പെണ്ണിനെ കൊണ്ട് ഇഷ്ടപ്പെടാതെ എങ്ങനെ? ആദ്യം പെണ്ണിന് എന്നെ ഇഷ്ടപ്പെടുന്നു. എനിക്കെന്താ കുഴപ്പം? എന്റെ ഈ പലകപ്പല്ല തന്നെ അത് കാണിച്ച് അധികം അടിക്കണ്ട. എന്താ പറഞ്ഞേ? അല്ല, ഞാൻ എന്റെ പല്ലുവേദനയുടെ കാര്യം പറയായിരുന്നു. ഭയങ്കര പല്ലുവേദന. ദന്തിസ്റ്റാ? അതെ. മോളെ, രവികുമാറിന്റെ അച്ഛനും അമ്മയൊക്കെ എന്നത്തേക്ക് എത്തും? അവര് 15-ാം തീയതി എത്തും അല്ലേ? അതെ.
എന്നാ കത്തിൽ അവർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടി ആയിക്കോട്ടെ, നമ്മൾ അതിനുള്ള അവസരം കൊടുത്തില്ല, പരാതി വേണ്ട. ആയിക്കോട്ടെ. അയ്യോ, അത് വേണമെന്നില്ല. ഞങ്ങൾ സൗകര്യം പോലെ പിന്നെ സംസാരിച്ചോളാം. അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥിന്റെ ജൂനിയർ അല്ലേ? ഞങ്ങളുടെ വരാറുണ്ട്. മണ്ണുത്തി ലോ കോളേജിലാണ് പഠിച്ചതല്ലേ? അല്ല, മണ്ണൂത്തിയിലത് വെറ്റിനറി കോളേജാ. ഞാൻ പഠിച്ചത് എറണാകുളം ലോ കോളേജിലാ. മണ്ണുത്തി എറണാകുളമൊക്കെ അടുത്തടുത്ത് തന്നെ. സൗകര്യം പോലെ പിന്നെ സംസാരിച്ചാൽ മതി, അതന്നെ നല്ലത്.